നമ്മൾ നേരത്തെ പറഞ്ഞ ആ മീൻപുലി വണ്ടിയാണ് ഇത്. നമ്മുടെ ഈ പൂരത്തിലെ അയ്യന്തോൾ ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർപ്രൈസുകൾ ഒന്നാണ്. വലിയ കണ്ണൊക്കെ ഉണ്ട്. അതിൻ്റെ മുഖം ഒരു പുലിയുടെ മുഖമാണ്. അതിൻ്റെ ഉടൽ ഒരു മീനിൻ്റെ ഉടലാണ്. അവർ പറയും പുലിമീൻ വണ്ടിയെന്നും മീൻപുലി വണ്ടിയെന്നും ടൈഗർ ഫിഷ് വണ്ടി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. മീൻപുലിയാണ് മീൻപുലി എന്താ സംഭവം? മീൻപുലിയാണ് മീൻ്റെ ഇതാണ് വെറുതെ ഇറക്കുന്ന ഒരു ഐറ്റം ഇറക്കുന്ന മീൻപുലിയാണ് മീൻപുലി അല്ലേ? അതെ അതെ മീൻപുലി കൊള്ളാം, സംഭവം കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. ഉഗ്രൻ പുള്ളിപ്പുലി പല പുലികളുണ്ട്. ഇത് മീൻപുലി ഐറ്റം കൊള്ളാം. അത് നമ്മുടെ ഡാവഞ്ചി സുരേഷേട്ടന്റെ മെയിൻ പുള്ളിയല്ലേ. ഈ വട്ടത്തെ പ്രത്യേകതയാണ്. ആള് 2 കൊല്ലമായിട്ട് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്ന പരിപാടി. കഴിഞ്ഞ വട്ടം അയ്യന്തോളിന്ന് മറ്റേ പ്രളയമൊക്കെ കാരണം ഇറക്കാത്തതുകൊണ്ട് ഈ കൊല്ലം അവർ ഇറക്കിക്കണതാ. അടിപൊളിയുണ്ട്, ഇത് അടിപൊളിയുണ്ട്. ചേട്ടാ ഈ സാധനം എങ്ങനെയുണ്ട്? ഐറ്റം എങ്ങനെയുണ്ട്? അടിപൊളി 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 പൊളിയാ? പൊളിയാണ്. പൊളിയാണ്. നന്നായിട്ട്. ഓക്കെ. അപ്പോൾ അനുജ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡാവിഞ്ചി സുരേഷ് രൂപകൽപ്പന ചെയ്ത, ഡാവിഞ്ചി സുരേഷിൽ നിന്ന് ശില്പി രൂപകൽപ്പന ചെയ്ത നമ്മുടെ മീൻപുലി അല്ല പുലിമീൻ, സോറി പുലിമീൻ അല്ല മീൻപുലി വണ്ടി എന്ന് പറയുന്ന പ്രത്യേക വണ്ടി. ആ വണ്ടി താണ്ട് ഇങ്ങനെ മീൻപുലി അതെ. അപ്പോൾ നടുവിലാൽ അങ്ങനെ നിൽക്കുകയാണ്. ഇത് അയ്യന്തോൾ ദേശ സർപ്രൈസുകൾ ഒന്നാണ്. ബാക്കി സർപ്രൈസുകൾ വരാൻ പോകുന്നുണ്ട്. അതിൽ പുലികളുടെ സർപ്രൈസ്. നേരത്തെ നമ്മൾ പോയ കൂട്ടത്തിൽ ഈ പറഞ്ഞ അവരുടെ പുലികൾ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ പറഞ്ഞ സർപ്രൈസ് പുലികൾ ഒക്കെ ഇറങ്ങുക. അപ്പോൾ നമ്മൾ ഈ കണ്ട പുലികളെക്കാൾ കൂടുതലുള്ള സർപ്രൈസ് പുലികൾ ചില എന്ന് പറഞ്ഞാൽ അതുവരെ കാണിക്കാത്ത, പുറത്ത് കാണിക്കാത്ത, അപ്പോൾ മാത്രം പൊട്ടി വീഴുന്ന മട്ടിൽ അവതരിക്കുന്ന ചില അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങൾ ചിലപ്പോൾ അവിടെ അവതരിപ്പിച്ചേക്കാം. അപ്പോൾ ചക്കാമുക്ക് ഇവൻ കയറി പൊളിച്ചു, ഇത് തകർത്തു. അതായത് ഇവര് ആദ്യമേ പറഞ്ഞിരുന്നു ടാബ്ലോയിലടക്കം വ്യത്യസ്തത ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അയ്യന്തോള് കഴിഞ്ഞ മുമ്പിലത്തെ തവണ കപ്പടിച്ച ടീമാണ്. അതുകൊണ്ട് കൊണ്ടുവരും എന്ന് മാത്രമല്ല പറയാൻ പറ്റില്ല. ഇനി പുലിയുടെ കാര്യത്തിൽ എന്തായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. അതായത് സാധാരണ വിധികർത്താക്കൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ പോയിന്റിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ അത് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് മാറി. ഇവിടെ പോകുന്നവർ മാത്രമല്ല, വേറെ ചില പുതിയ അവതാരങ്ങൾ അവിടെ അവതരിക്കും. അതെ, അവിടെ എത്തുമ്പോഴാണ് ശരിക്കും ഇതിന്റെ ഒരു തീവ്രഭാവം അറിയണമെങ്കിൽ. അതായത് അവിടെയാണ് പുലിക്കളി നടക്കുന്നത്. സാധാരണ ഇവിടെ നിന്ന് ചുവട് വെച്ച് കയറുന്നായിരുന്നു പതിവ്. പക്ഷേ വിധികർത്താക്കൾ അങ്ങോട്ട് പോയതുകൊണ്ട് അവിടെയായി. അപ്പോൾ ചില സർപ്രൈസുകൾ അവിടെ ഫൈനൽ പോയിന്റിൽ ഉണ്ടാവും അനുജ. അതുകൊണ്ട് ഈ റോഡിൽ കാണുന്ന ഈ സർപ്രൈസ് ഒരു സർപ്രൈസ് തർക്കമില്ല.